അമ്മയുടെ പേരും കൂടെ പറ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖം. അപ്പോൾ നവരാത്രിയൊക്കെ തുടങ്ങി. ഞാൻ ഇവിടെ ആഷുമോള് ഇത്തവണ വിദ്യാരംഭത്തിന് ഒരുങ്ങുകയാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും നവരാത്രി തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളെല്ലാവരും വ്രതത്തിലാണ്. സ്പെഷ്യലി ഈ കുഞ്ഞുവാവ. ഞങ്ങളുടെ നവരാത്രി റുട്ടീൻസ് എല്ലാം കൂടെ ആയിട്ട് ഞാൻ വേറൊരു വ്ളോഗായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയായിരുന്നു ഞങ്ങളുടെ പരിപാടികളൊക്കെ. നമ്മളുടെ വിദ്യാരംഭവും എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ അന്നേരം ചെയ്യാം. പിന്നെ അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോയുമായിട്ടാണ്. ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ബേസിക് ലൈൻ സ്റ്റിച്ച് തന്നെയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ കുറച്ച് വീഡിയോ എടുത്തു വെച്ചിരിക്കുന്നതും എഡിറ്റ് ചെയ്തിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഇപ്പോൾ ഈ ഒരു കുറച്ച് ദിവസത്തേക്ക് ഞാൻ ലീവിലാണ്. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നതിനിടയ്ക്കാകുമ്പോൾ എനിക്ക് വീക്ക്ലി വൺസേ വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ലീവ് എടുത്തിരിക്കുന്ന ആ ഒരു സമയത്ത് കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാമെന്നുള്ളൊരു പ്ലാൻ ഉള്ളത് കൊണ്ട് എൻ്റെ എംബ്രോയ്ഡറി സീരീസ് വീക്ക്ലി വൺസ് തന്നെ വരുള്ളൂ. അതായത് എല്ലാ വെനസ്ഡേയും എംബ്രോയ്ഡറി സീരീസ് ഇടുന്ന രീതിയിൽ ചെയ്തിട്ട് ഇടയ്ക്ക് അതിനിടയിലുള്ള ഗ്യാപ്പിൽ ഒരു വീഡിയോ കൂടി മറ്റുള്ള സബ്ജക്റ്റുകളുമായിട്ട് ഞാൻ വരുന്നതാണ്. തൽക്കാലം എൻ്റെ ലീവ് കഴിയുന്നത് വരെ. അത് കഴിഞ്ഞാൽ പിന്നെയും ഞാൻ ഡ്യൂട്ടിയിലേക്ക് കയറുമ്പോൾ എനിക്ക് വീണ്ടും ഇതുപോലെ അടുപ്പിച്ച് വീഡിയോ ഇടാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വെരി സൂൺ നാട്ടിൽ സെറ്റിൽ ആവുകയാണ്. അപ്പോൾ നാട്ടിൽ സെറ്റിൽ ആയി കഴിയുമ്പോൾ കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ തന്നെ പറയട്ടെ, ഒരുപാട് പേരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോരോ പുതിയ വീഡിയോസിൻ്റെയും പുതിയ സബ്ജക്ട്സിൻ്റെയും പുതിയ വീഡിയോസ് റെഡിയാക്കുമ്പോൾ റെഡിയാക്കുമ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഉടനെ തന്നെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഷെയർ ചെയ്ത് കൊടുക്കണം. അതിനു മുമ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് വരാൻ പറയണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ആഷുമോളുടെ വിദ്യാരംഭമാണ്. എല്ലാ അമ്മമാരും ആഷുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ അമ്മമാരും ആഷുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പ്ലിറ്റ് സ്റ്റിച്ചാണ്. പേര് പോലെ തന്നെ സ്പ്ലിറ്റായിട്ട് ചെയ്യുന്നതാണ് സ്പ്ലിറ്റ് സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് സൂചി മുകളിലേക്ക് എടുത്തു. സാധാ പോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ താഴേക്ക് കൊടുക്കുകയാണ്. സൂചി സ്വല്പം താഴേക്ക് ഇറക്കി വിട്ടു. കണ്ടോ? ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ത്രെഡ്സിൻ്റെ നടുക്ക് കൂടി, ഈ ത്രെഡിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഈ ത്രെഡിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതിന് ഇടയിൽ കൂടിയാണ് നമുക്ക് സൂചി മുകളിലേക്ക് എടുക്കേണ്ടത്. കണ്ടോ? അപ്പം നമ്മൾ ത്രെഡിനിടയിൽ കൂടി സൂചി മുകളിലേക്ക് എടുത്തു. ഇത് വലിച്ചിട്ട് അടുത്ത ഒരു റണ്ണിങ് സ്റ്റിച്ച്, ഇതിൽ നിന്ന് നമ്മൾ അടുത്ത റണ്ണിങ് സ്റ്റിച്ച്, അതായത് അടുത്ത കുറച്ച് സ്ഥലം വിട്ടിട്ട് നമ്മളവിടെ സൂചി താഴത്തേക്ക് താത്തി. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും ഇപ്പം ചെയ്തിരിക്കുന്ന ആ ത്രെഡിൻ്റെ സെൻറ്ററിൽ നിന്നും നമ്മൾ വീണ്ടും സൂചി മുകളിലേക്ക് എടുക്കുന്നു.
ഇതിൻ്റെ മുകളിൽ നിന്നും നമ്മൾ സെൻറ്ററിൽ കൂടി നമ്മൾ സൂചി മുകളിലേക്ക് എടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് അടുപ്പിച്ച് ക്ലോസപ്പിൽ നോക്കുമ്പോൾ കാണാം ഒരു ചെറിയ ചെയിൻ പോലെയാണ് ഇത് വന്നിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെയ്തിരുന്ന ഒരു സ്റ്റിച്ചാണിത്. ഇത് ആക്ച്വലി ഇങ്ങനൊരു എംബ്രോയ്ഡറി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലായിരുന്നു. അന്ന് അങ്ങനെ ഒരു കൗതുകത്തിന് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഈവൻ 2 ലെയർ എടുത്തിട്ട് പോലും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മളിത് സ്പ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ദൂരെ നോക്കുമ്പോൾ ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ചിൻ്റെ മോഡലിലാണ് ഇതുള്ളത്. അടുത്തേക്ക് വന്നാലും ക്ലോസപ്പ് വ്യൂവിൽ ഇതാ നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് മോഡലാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ വേരിയേഷനാണ്. അപ്പോൾ നമുക്ക് ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻ കാണാം. സൂചി നമ്മൾ മുകളിലേക്ക് എടുത്തു. സാധാരണ പോലെ തന്നെ നമ്മൾ സ്വല്പം താഴെ സൂചി താഴേക്ക് താത്തി. ഓക്കെ, ഇവിടെ സൂചി നമ്മൾ താഴേക്ക് താത്തി. താഴേക്ക് ഇറക്കിയിട്ട് നമ്മൾ വീണ്ടും ഒരു സ്വല്പം സ്പേസ് ഇട്ട് മുകളിലേക്ക് നമ്മളെടുത്തു. ഇത് മുകളിലേക്ക് എടുത്തിട്ട് ഇനി നമ്മൾ ഈ എടുത്തിരിക്കുന്ന ത്രെഡിൻ്റെ അടിയിൽ കൂടി ഈ നീഡിലെടുത്തു. തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ കുത്തിയിറക്കുകയാണ്. ഇതിന് പറയുന്നത് ഹെവി ചെയിൻ സ്റ്റിച്ച് എന്നാണ്. വീണ്ടും നമ്മൾ അടുത്തത് കുറച്ച് സ്പേസ് ഇട്ട് മുകളിലേക്ക് നീഡിലെടുത്തു. ഈ 2 ചെയിനിൻ്റെ ഈ എടുത്തിരിക്കുന്ന ത്രെഡിൻ്റെ അടിയിൽ കൂടി സൂചി നമ്മൾ എടുക്കണം. അടിയിൽ ത്രെഡിലൊന്നും ഉടക്കാതെ വേണം എടുക്കാൻ. ഇങ്ങനെ എടുക്കാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ സൂചിയുടെ ബാക്ക് സൈഡ് കയറ്റിയെടുക്കാം. ഇങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും പഴയ ആദ്യം എടുത്തുകൊണ്ട് വന്ന അതേ സ്പേസിൽ സൂചി താഴേക്ക് ഇറക്കുക. ഇവിടെ എടുത്തിരുന്ന അതേ സ്പേസിൽ സൂചി താഴേക്ക് ഇറക്കുക. ഇതിൻ്റെ പേര് ഹെവി ചെയിൻ സ്റ്റിച്ച് എന്നാണ്. ഇപ്പം ഞാനിവിടെ ഹെവി ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സൂം ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഡബിൾ കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ത്രെഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഷെയ്ഡ് അതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ കളർ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ നിങ്ങൾക്കത് മൾട്ടി ഷെയ്ഡ് ത്രെഡ് വെച്ചും ഒക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഒരു വേരിയൻസ് ആണ് കാണിക്കുന്നത്. അടുത്തത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ രണ്ടാമത് വീണ്ടും ഒരു ഹെവി ചെയിൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കാണാം. ഇത് നമ്മൾ ആദ്യം ചെയ്ത ഹെവി ചെയിൻ സ്റ്റിച്ച്, ഇത് ഞാൻ രണ്ടാമത് ചെയ്തിരിക്കുന്ന ഹെവി ചെയിൻ സ്റ്റിച്ചാണ്. ഇതിന് ഒരു കളർ ചേഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹെവി ചെയിൻ സ്റ്റിച്ചിൽ ഞാനൊരു വേരിയേഷനാണ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ഞാൻ നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് അതിൻ്റെ ആദ്യത്തെ ചെയിനാണ്, ഇത് സെക്കൻഡ് ചെയിനാണ് ഇത്. ഓക്കെ, ഈ 2 ചെയിൻ, ഈ സെക്കൻഡ് ചെയിനിൻ്റെ നടുക്ക് കൂടി ഞാൻ ഈ നീഡിലിനെ അടിയിൽ നിന്ന് മുകളിലേക്ക് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ എടുത്തിരിക്കുന്നത് നീഡിൽ സെക്കൻഡ് ചെയിനിൻ്റെ കാണാമല്ലോ, സെക്കൻഡ് ചെയിനിൻ്റെ നടുക്ക് കൂടിയാണ് ഞാൻ നീഡിൽ മുകളിലേക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് സെയിം കളറിൻ്റെ തന്നെ ഒരു ഡാർക്കർ കളർ ത്രെഡ് വെച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എംബ്രോയ്ഡറി ഡിഫറെൻറ്റ് 2 കളേഴ്സിൻ്റെ എംബ്രോയ്ഡറി ആണെങ്കിൽ അങ്ങനെ ആ കളർ വെച്ചോ നമുക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ആദ്യം ഉണ്ടായിരുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന ആ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടി ഞാൻ ഈ സെക്കൻഡ് ചെയിനിൽ നിന്ന് എടുത്ത ത്രെഡിനെ കൊണ്ടുവരികയാണ്. ആ നീഡിൽ ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടി എടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്നു. ഇത് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ഇച്ചിരി ശ്രദ്ധിക്കാനുള്ളത്, ഒത്തിരി ടൈറ്റായിട്ട് ഇതിനെ അവിടെ ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ആദ്യത്തെ ചെയിൻ അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞത് അടുത്തത് തൊട്ട് മുമ്പിലുള്ള ചെയിനിൽ നിന്ന് ത്രെഡ് കോർത്തെടുത്തിട്ട് ആദ്യം നമ്മൾ
ഡബിൾ ചെയിൻ ചെയ്ത അതേ ഭാഗത്തു നിന്നും. ഈ സ്റ്റിച്ചിൻ്റെ പേര് ഡബിൾ ചെയിൻ എന്നാണ്. ഡബിൾ ചെയിൻ ഹെവി ഡബിൾ ചെയിൻ സ്റ്റിച്ച്. ഓക്കെ, ഹെവി ഡബിൾ ചെയിൻ സ്റ്റിച്ചാണ്. ആദ്യം നമ്മൾ ചെയ്തത് ഹെവി ചെയിൻ സ്റ്റിച്ചായിരുന്നു, ഈ പിങ്ക് കളർ കാണിക്കുന്നത്. ഇതും ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഹെവി ചെയിൻ സ്റ്റിച്ചാണ്. അതിൽ ഒന്നുകൂടി വരുമ്പോൾ ഡബിൾ ചെയിൻ സ്റ്റിച്ചായി. ഓക്കെ, അല്ലെങ്കിൽ ഹെവി ഡബിൾ ചെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഡബിൾ ചെയിൻ എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടി എടുത്തു. ഒരുപാട് വലിക്കരുത്. ഇതുപോലെ ഒരു ചെറിയ ലൂസിൽ അങ്ങനെ നിർത്തിക്കൊണ്ട് ഈ നീഡിൽ കുത്തിയെടുത്തയിടത്തേക്ക് തന്നെ നമ്മൾ വീണ്ടും നീഡിലിനെ ഇറക്കുക. നീഡിൽ കുത്തിയെടുത്തെടുത്ത് തന്നെ നമ്മൾ വീണ്ടും നീഡിലിനെ കുത്തി താഴേക്ക് ഇറക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഈ ഹെവി ചെയിൻ സ്റ്റിച്ചിന് ഫുള്ള് ഡബിൾ ചെയിനാക്കി ചെയ്തെടുക്കാം. ഓക്കെ, തൊട്ട് മുമ്പിലത്തെ ചെയിനിൽ നിന്ന് നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. താഴത്തെ ചെയിനിൻ്റെ അടിയിൽ കൂടി പോയി വീണ്ടും നീഡിൽ കുത്തി എടുത്തയിടത്തേക്ക് തിരിച്ചു പോവുക. അതാണ് പ്രൊസീജിയർ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തത് കാണിച്ചു തരാം കേട്ടോ. ഇത്തിരി ടഫായിട്ടുള്ള സ്റ്റിച്ചാണിത്. ഇച്ചിരി പ്രാക്ടീസ് കൊണ്ടേ ഇത് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിതാ ആ ഹെവി സ്റ്റിച്ചിന് മുകളിൽ നമ്മൾ ഡബിൾ ചെയിൻ സ്റ്റിച്ചാക്കി ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ബാക്കിയുള്ള വർക്ക് എന്താണെന്ന് അപ്പം നമ്മൾ ഈ ചെയ്ത് തീർത്തിരിക്കുന്ന ഡബിൾ ചെയിനിൻ്റെ തൊട്ടടുത്ത് ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് നീഡിലെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഇവിടെ ഈ ത്രെഡ് മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ ഇതിനെ ഇത്തിരി ലൂസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ത്രെഡിനെ ചേർത്ത് താഴേക്ക് ഇറക്കുന്നു. അതേപോലെ തന്നെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലും സെയിം അതുപോലെ തന്നെ മുകളിലേക്ക് നീഡിലെടുക്കുന്നു. ഇതിനെ ചേർത്ത് താഴേക്ക് ഈ ത്രെഡ് ഫുള്ള് നമ്മൾ ആ ലൂസാക്കിയിട്ടിരിക്കുന്നത് ചേർത്ത് നമ്മൾ താഴേക്ക് ഇറക്കി കൊടുക്കുന്നു. അപ്പോൾ ഈ ഡബിൾ ചെയിനിനെ നമ്മൾ അങ്ങനെ അവിടെ ഫിക്സ് ആക്കുകയാണ്. ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. ഇതിന് കംപ്ലീറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഡബിൾ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതാ ക്ലോസപ്പിൽ വ്യൂവിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കണ്ടോ, നല്ല മനോഹരമായിട്ടുണ്ട്. ബോർഡർ സ്റ്റിച്ചൊക്കെ ചെയ്യാനായിട്ട് ആണെങ്കിൽ വളരെ നല്ല ഒരു സ്റ്റിച്ചാണിത്. ഇതാണ് സ്പ്ലിറ്റ് സ്റ്റിച്ച്. ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് പോലെയാണ് അത് വരുന്നത്. അടുത്തത് ഹെവി ചെയിൻ സ്റ്റിച്ച്, അടുത്തത് ഡബിൾ ചെയിൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ഹെവി ഡബിൾ ചെയിൻ സ്റ്റിച്ച് അങ്ങനെ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇതിൽ വരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. പിന്നെ അതുകൂടാതെ ഇത് നിങ്ങൾക്കോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ഷെയർ ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അതുവരേക്കും ബൈ ബൈ.